നമ്മുടെ ഈ കഴിഞ്ഞ 2026 മാർച്ച് 5 മധ്യപ്രദേശിലെ സമന്ന എന്ന ഗ്രാമത്തിൽ ഈ കാണുന്ന ഭരത് വിശ്വകർമ്മ എന്ന 16 വയസ്സുകാരൻ്റെ ജീവിതം അവസാനിച്ചത് നമ്മൾക്കാർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ക്രൂരതയിലാണ്. ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് വിറച്ചു പോകുമല്ലേ. അതായത് മനുഷ്യത്വം മരവിച്ചു പോയൊരവസ്ഥ, അത്തരത്തിലൊരു ക്രൂരതയെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ഈ ചിത്രത്തിൽ കാണുന്ന ആളുടെ പേരാണ് ഗുഡ്ഡ പട്ടേൽ. 46 വയസ്സുകാരനായ ഇയാൾ തൻ്റെ സഹോദരിയെ കണ്ട് മടങ്ങി വരുന്ന ഭരത് വിശ്വകർമ്മയെ വഴിയിൽ തടഞ്ഞു നിർത്തി തൻ്റെ കയ്യിലുള്ള ഹാമറും അതുപോലെ ഇരുമ്പ് വടി ഉപയോഗിച്ച് അയാളുടെ തല കടിച്ച് മർദ്ദിച്ച് ക്രൂരമായി അതിക്രൂരമായി കൊല്ലുകയാണുണ്ടത്. അതും നമ്മുടെ ഭരത് വിശ്വകർമ്മയിൽ നിന്ന് എന്ത് രീതിയിലുള്ള പ്രലോഭനങ്ങളും ഇല്ലായിരുന്നു. ആൻഡ് ആ കൊലയ്ക്ക് സാക്ഷ്യം വഹിച്ച ആൾക്കാർ പറയുന്നത് കേട്ടാൽ നമുക്കതിനെ ഇതൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്നതാണോ എന്ന് തോന്നിപ്പോവും. തൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു ഭരത്. ആൻഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ റോഡിൽ നിൽക്കുന്നുണ്ട്. ആൻഡ് ഇയാൾ റോഡിൽ നിന്നുകൊണ്ട് ഈ കുട്ടിയെ കണ്ട ഉടനെ ആ ഹാമറും ഇരുമ്പ് വടിയെടുത്ത് തലക്കടിച്ച് കൊന്ന്, അതായത് ആ സ്പോട്ടിൽ തന്നെ ഭരത് മരിക്കുകയാണ്. മരിച്ചതിന് ശേഷം അയാൾ വെറുതെ വിടാതെ ഇരുമ്പ് വടിയെടുത്ത് തലയിൽ കുത്തി, അതായത് തലയോട്ടിയിൽ കുത്തിയെടുത്ത് തലയോട്ടിക്കുള്ളിലുള്ള മാംസമൊക്കെ ഇയാൾ ഭക്ഷിക്കാൻ ശ്രമിക്കുകയും ബ്ലഡൊക്കെ കുടിക്കാൻ ശ്രമിക്കുകയും അത്തരത്തിലുള്ള തികച്ചും കാനബിലിസം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, നരഭോജനം എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ടാണ് അയാൾ അന്ന് അവിടെ. അതായത് അത് കണ്ടു നിന്ന ആൾക്കാർ വിറ്റ്നസ് പറഞ്ഞതും അതേപോലെ സോഷ്യൽ മീഡിയാസിലും നിറയെ വീഡിയോസും ന്യൂസസും പോസ്റ്റേഴ്സും നിറയെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം നാട്ടുകാരൊക്കെ ചേർന്ന് പോലീസിനെ വിളിക്കുകയും പോലീസ് വന്നതിന് ശേഷവും ഇയാൾ യാതൊരു റിഗ്രറ്റും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആൻഡ് ഇയാളുടെ പിന്നീട് അയാളെ പിടിച്ചുകൊണ്ടുപോയി പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ എന്താ പറഞ്ഞത്, എനിക്ക് ആ കുട്ടീനെ ഇഷ്ടമായില്ല, എനിക്ക് അവനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് കൊന്നതെന്ന്. ഒരു സാധാരണ കുറ്റവാളിയുടെ ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു അയാൾക്ക്. അയാൾ ഒരുമാതിരി ക്രൂരമായ ഒരു സൈക്കോമാതിരി ഒരുമാതിരി ഭ്രാന്തമായ രീതിയിലായിരുന്നു അയാൾ നിന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോൾ വരുന്ന ന്യൂസ് റിപ്പോർട്ട്സിൽ എന്താണ്, അയാളുടെ മാനസികാവസ്ഥ പരിശോധിക്കുന്നു, അയാൾക്ക് സൈക്കോളജിക്കൽ അനാലിസിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇയാളുടെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ മുന്നേ ഇയാൾ സ്വന്തം ഭാര്യയെ കൊന്ന് ജയിലിൽ പോയി 2 മാസം എങ്ങാനും ആയിട്ടേ ഉള്ളൂ തിരിച്ചു വന്നിട്ട് ജയിൽ. ആൻഡ് ആ 2 മാസത്തിനുള്ളിലാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും രണ്ടാമത് ഈ ഒരു കൊല ചെയ്തത്. സോ സൈക്കോളജിക്കലി അയാൾക്ക് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. നോർമലായ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തികച്ചും ഡൗട്ട്ഫുൾ ആണ്. ഒരിക്കലും പറ്റില്ല. ഇപ്പോഴും അതിൻ്റെ ന്യൂസസും അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്.